ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോൺ പദ്ധതിക്ക് തുടക്കമായി. ഇതനുസരിച്ച് ഗതാഗത ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ട്. മുണ്ടക്കയം മുതൽ കുമളി വരെയുള്ള 56 കിലോമീറ്റർ ദൂരത്തിലാണ് സേഫ് സോൺ പദ്ധതിയുടെ സേവനം ലഭ്യമാക്കുക. ശബരിമല തീർത്ഥാടകർക്ക് 24 മണിക്കൂറും സേവനം ലഭിക്കുന്ന ഓഫീസ് കുട്ടിക്കാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ 4 ടീമുകളായി തിരിഞ്ഞ് 24 മണിക്കൂറും പെട്രോളിംഗ് നടത്തും. ശബരിമല തീർത്ഥാടകർക്ക് യാത്രാ സഹായം നൽകുക, അപകടത്തിൽപ്പെടുന്ന തീർത്ഥാടകരുടെ വാഹനം ഉടൻ മാറ്റുക, തീർത്ഥാടകരുടെ ജീവൻ രക്ഷിക്കുക, തീർത്ഥാടകർക്ക് കുടിവെള്ളം എത്തിക്കുക, മുണ്ടക്കയം കുമളി റോഡിലെ അമിത വേഗത നിയന്ത്രിക്കുക, അശാസ്ത്രീയ പാർക്കിംഗ് ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കുക, വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തുക, ഡ്രൈവർമാർക്ക് സുരക്ഷാ നിർദ്ദേശം നൽകുക, അപകട വളവുകളിൽ ജീവനക്കാരുടെ സാന്നിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് സേഫ് സോൺ പ്രവർത്തിക്കുക. മുൻ വർഷക്കാലത്തെ പോലെ തന്നെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ 3 കൺട്രോൾ റൂമുകൾ, പ്രധാനപ്പെട്ട കൺട്രോൾ റൂം ഇളവങ്കലാണെങ്കിലും 2 സബ് കൺട്രോൾ റൂമുകളുണ്ട്. ഒന്ന് എരുമേലിയും കുട്ടിക്കാനം. ഇടുക്കി ജില്ലയിലെ കൺട്രോൾ റൂമാണ് കുട്ടിക്കാനം. മുൻ വർഷത്തെ പോലെ തന്നെ നല്ല രീതിയിലുള്ള എല്ലാ മുന്നൊരുക്കത്തോടു കൂടി തന്നെ ഇത്തവണയും നമ്മുടെ കൺട്രോൾ റൂം പ്രവർത്തിച്ചു തുടങ്ങി. 15-ാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് വാഹനങ്ങൾ 9 വാഹനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 5 പെട്രോളിംഗ് സ്ക്വാഡുകൾ, അത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ 5 സ്ക്വാഡുകളും കൺട്രോൾ റൂമുകളിൽ തന്നെ നമുക്ക് ഉദ്യോഗസ്ഥരായിട്ട് 6 പേരെ നിയമിച്ചിട്ടുണ്ട്. പിന്നെ ക്വിക്ക് റെസ്പോൺസ് ടീമായിട്ട് ഒരു ടീമുണ്ട്. ഈ 56 സ്റ്റിച്ച് പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് മുണ്ടക്കയം കുട്ടിക്കാനം 56 കിലോമീറ്റർ സ്റ്റിച്ചും കമ്പംമേട്ട് വരെയും നമ്മൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. മൊബൈൽ വർക്ക്ഷോപ്പും ക്രെയിൻ സംവിധാനവും മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തി നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.